അങ്ങനെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനി കുറച്ച് സമയം കൂടി കാത്തിരുന്നാൽ മാത്രം മതി. വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ ആരംഭിക്കും. 8:15 തന്നെ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 27 വർഷത്തിനു ശേഷം ഇന്ദ്രപ്രസ്ഥം പിടിക്കാനാകും എന്ന കണക്കുകൂട്ടലിലാണ് BJP. അധികാരത്തിൽ തുടരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങളുമായി ശരത് ലാലും നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനും ചേരുന്നു. ആദ്യം ശരത് ലാലിലേക്ക്. ശരത്, ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനം ഇന്ന് രാവിലെ മുതൽ തന്നെ ചൂട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാവരും വലിയ ആകാംക്ഷയിലൊക്കെയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഭരണ തുടർച്ചയോ അതോ 27 വർഷത്തിനു ശേഷം BJP എക്സിറ്റ് പോൾ ഫലങ്ങളുടെയൊക്കെ ഒരു കരുത്തിൽ BJP അധികാരത്തിലെത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അപ്പോൾ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞോ? കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കില്ലേ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തണുപ്പുണ്ട്, പക്ഷേ രാഷ്ട്രീയം ചൂട് പിടിച്ചു കഴിഞ്ഞു. രണ്ട് പാർട്ടി ആസ്ഥാനങ്ങളിലും പാർട്ടിയിൽ വളരെ വലിയ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് BJPയുടെ ഡൽഹി ഘടകത്തിന്റെ ഓഫീസ് മന്ദിരത്തിന് മുമ്പിലാണ്. ഇവിടെ CCTVകളടക്കമുള്ള എല്ലാവിധ സംവിധാനങ്ങളും ആഘോഷമാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ മുതിർന്ന BJP സംസ്ഥാന നേതാക്കളൊക്കെ ഓഫീസിന്റെ അകത്ത് എത്തിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിലും ഇതേ രീതിയിൽ യാതൊരു തരത്തിലുള്ള ആവേശവും എല്ലാവരും ആവേശത്തോടു കൂടിയാണ്. കാരണം പോളിംഗ് 8 മണിക്ക് തന്നെ തുടങ്ങും. കാരണം 198 പോളിംഗ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഈ 11 ജില്ലകളായി ക്രമീകരിച്ചിരിക്കുന്നത്. 5000-ഓളം ഉദ്യോഗസ്ഥരെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ന്യൂഡൽഹി മണ്ഡലത്തിൽ 3 സ്ഥലങ്ങളിലാണ് വോട്ടെണ്ണുന്നത്. കെജ്രിവാൾ മത്സരിക്കുന്ന, അതായത് മുൻ മുഖ്യമന്ത്രി ആപ്പിന്റെ ദേശീയ കൺവീനറായ കെജ്രിവാൾ മത്സരിക്കുന്ന സ്ഥലത്ത് 3 സ്ഥലങ്ങളാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. സന്ദീപ് ദീക്ഷിതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, പർവേഷ് ശർമ്മയാണ് BJPയുടെ സ്ഥാനാർത്ഥി. അതേപോലെ തന്നെ അതിഷി മത്സരിക്കുന്ന കൽക്കാജി മണ്ഡലത്തിലും 2 സ്ഥലങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അവിടെയും കൽക്കാജിയെ സംബന്ധിച്ചോളം ഏറ്റവും കഠിനമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിത്. ഏതായാലും സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയം ചൂടുപിടിച്ച് കഴിഞ്ഞ് 27 വർഷത്തിന് ശേഷം BJP അധികാരത്തിൽ വരുമോ അതോ ആം ആദ്മി പാർട്ടിക്ക് 4ാം തവണയും കൂടി ഒരു അവസരം ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നിരവധി വലിയ പ്രശ്നങ്ങൾ, ഇത്രയും സംഘർഷഭരിതമായ ഒരു തെരഞ്ഞെടുപ്പ് ഡൽഹി കണ്ടിട്ടില്ല. മാലിന്യ പ്രശ്നം മുതൽ യമുനയിൽ വിഷം കലക്കൽ, കേന്ദ്ര ബജറ്റിലെ 12 ആദായ നികുതി ഇളവ് തുടങ്ങിയ എല്ലാവിധ പ്രചരണ തന്ത്രങ്ങളും ആം ആദ്മി BJP ഇവിടെ പയറ്റിയിട്ടുണ്ട്. നരേന്ദ്രമോദി, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അമിത്ഷാ, BJP അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ എല്ലാ സ്റ്റാർ വാറുകൾ എന്ന് പറയുന്ന BJPയുടെ മുഴുവൻ പ്രചരണ രംഗത്തെ മുഴുവൻ വ്യക്തിത്വങ്ങളെയും BJP ഡൽഹിയിൽ അണിനിരത്തിയിരുന്നു. ആം ആദ്മി പാർട്ടിക്കാണ് 10 വർഷത്തെ ഭരണ തുടർച്ച, അതാണ് ആം ആദ്മി പാർട്ടി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ നേരത്തെയുള്ള ആം ആദ്മി പാർട്ടിയല്ല, ബലഹീനരായ കെജ്രിവാളാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തന്റെ പ്രതിച്ഛായയിൽ അഴിമതി, മദ്യനയം വരുത്തിയ കളങ്കം, അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനമില്ലായ്മ, അതൃപ്തിയിലായ ഇടത്തരക്കാർ, ഇതൊക്കെ വളരെ വളരെ ഘൃണപരമായ കാര്യങ്ങളാണ് ആം ആദ്മി പാർട്ടിക്ക് മുമ്പിലുള്ളത്. ഇതിനെ ആം ആദ്മി പാർട്ടി മറികടക്കുന്നത് തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ അത് പാലിച്ചിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ പാലിച്ച പാർട്ടി എന്ന ഒറ്റ മുദ്രാവാക്യം ഉയർത്തിയാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടക്കത്തിൽ ത്രികോണ മത്സരം എന്ന ഒരു ധാരണ കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി ചിത്രത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകുന്ന ഒരവസ്ഥയാണ് കോൺഗ്രസിൻ്റെത്. 3 മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസിന്റെ ഓക്കല അതേപോലെ തന്നെ ചാന്ദിനി ചൗക്ക് മണ്ഡലങ്ങളിലേക്കും കരോൾ ബാഗിലേക്കും മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നു കോൺഗ്രസിന്റെ മത്സരം. ത്രികോണ മത്സരം എന്ന അവകാശവാദം എന്ന് പറയേണ്ടി വരും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണിത്. നമ്മൾ തന്നെ നിരവധി തവണ ഇത് സംബന്ധിച്ച് ഇന്നലെ പോലും വളരെ നാടകീയ രംഗങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചാണ് കെജ്രിവാളിന്റെ വസതിയിൽ. അതുപോലെ തുടർച്ചയായി ഇനിയിപ്പം BJP അധികാരത്തിൽ വരുമോ അതോ കെജ്രിവാൾ അധികാരത്തിൽ വരുമോ എന്ന് തീരുമാനിക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം, ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അത് പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സേതുലക്ഷ്മി. ശരി ശരത്ത്, ഇനിയിപ്പോ 1 മണിക്കൂറിന്റെ പോലും ദൂരമില്ല. സമയം ഇപ്പോൾ കൃത്യം 7:10 ആയിട്ടുണ്ട്. 8 മണിക്കാണ് വോട്ടെണ്ണൽ. അപ്പോൾ
8:15 തന്നെ ആദ്യ ഫലസൂചനകളൊക്കെ അറിഞ്ഞു തുടങ്ങാമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിൽ പരം പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ശരത് ലാൽ പറഞ്ഞതുപോലെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഇത്രയേറെ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡൽഹി തിരഞ്ഞെടുപ്പ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം ഈ ഡൽഹി അഴിമതി മുതൽ സ്ഫടികക്കൊട്ടാരം, യമുനയിലെ വിഷം കലക്കൽ തുടങ്ങി ഇനി ചർച്ച ചെയ്യപ്പെടാനായി മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയേറെ ഈ അവസാന നിമിഷം വരെ ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തിയതിനു ശേഷവും ഇന്നലെ പോലും വിവാദങ്ങളൊക്കെ നടന്നതാണ് ഡൽഹിയിൽ. അപ്പോൾ ഈ ഡൽഹിയിൽ ഇനി പ്രതീക്ഷിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയിരിക്കുന്ന BJP ക്യാമ്പിന് നൽകിയിരിക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതല്ല. കാരണം പ്രഖ്യാപിക്കപ്പെട്ടതിൽ, പുറത്തു വന്നതിൽ 9 എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്കൊപ്പമാണ് നിൽക്കുന്നത്. അങ്ങനെ 27 വർഷത്തിന് ശേഷം വീണ്ടും ഇന്ദ്രപ്രസ്ഥത്തിലേക്കൊരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ഒപ്പം യോഗി ആദിത്യനാഥിനെ, ഒപ്പം പുഷ്കർ സിംഗ് ധാമിനെയൊക്കെ അവിടെ എത്തിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പല വോട്ടുകളും ഒപ്പം ചേർക്കാനുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ എല്ലാ കാലത്തും ആം ആദ്മി പാർട്ടിയെ തുണച്ചിട്ടുള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ്. പക്ഷേ ഇത്തവണ ആ ന്യൂനപക്ഷ വോട്ടുകൾ ആർക്കൊപ്പം നിൽക്കും എന്നതും ആകാംക്ഷയല്ലേ? സേതു, തീർച്ചയായും സേതു പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഡൽഹിയുടെ ചരിത്രത്തിൽ, ഇത്രയും വർഷത്തെ ഒരു ചരിത്രത്തിൽ ഇത്രയും വിവാദങ്ങൾ വന്ന, അല്ലെങ്കിൽ ഇത്രയും തീ പടർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കാലം ഡൽഹിയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സാധാരണഗതിയിൽ അത്തരം ചർച്ചകളും തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ വാശിയേറിയ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഡൽഹിയുടെ നിയമസഭാ ചരിത്രത്തിലേക്ക് ഇത്രയും തീ പിടിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് കാരണം മുൻകാലങ്ങളിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു പോരാട്ടം, 2013 വരെയെങ്കിലും. അതിനുശേഷമാണ് ആം ആദ്മി പാർട്ടി ഉദയം ചെയ്യുന്നത്. ആ കാലം വരെ കോൺഗ്രസും BJPയും പരസ്പരം പോരടിക്കുകയും അതിന് മുമ്പ് ഏതാണ്ട് ഒരു 15 വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുക, ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിട്ടില്ല. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നത് BJPയാണ്. സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ, അതുമാത്രമല്ല ഇത് 3ാമത്തെ ടേമാണ്. അങ്ങനെ ഒരു ടേമിലേക്ക് കടക്കുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് രാജ്യ തലസ്ഥാനത്ത് അധികാരമില്ല എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. ആ ക്ഷീണം മറികടക്കാനാണ് ആം ആദ്മി പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒഴിവാക്കിക്കൊണ്ട് രാജ്യ തലസ്ഥാനത്ത് അധികാരം പിടിക്കാൻ BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സേതു നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ ചൂട് പിടിപ്പിച്ച, അല്ലെങ്കിൽ വലിയ വിവാദങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയത്. ഒപ്പം കഴിഞ്ഞ 15 വർഷമായി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ഭരിക്കുകയാണ്. അവർ ഈ 2012 ശേഷം, അല്ലെങ്കിൽ 2012 വലിയൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരികയും അഴിമതി വിരുദ്ധത മുദ്രാവാക്യമാക്കുകയും ആ രൂപത്തിൽ രാജ്യത്തെ മുഴുവൻ അഴിമതി വിരുദ്ധതയുടെയും ഏകീകൃത രൂപമായി, മുഖമായി ആം ആദ്മി പാർട്ടി മാറുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഇത്രയും കാലത്തെ, ഏതാണ്ട് 15 വർഷത്തിലേറെയായി ഈ ഡൽഹി ഭരിക്കുന്ന ഒരു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഇനിയും ഒരു ടേം കൂടി വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിലനിൽപ്പ്, ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ ഭരണം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ രാജ്യത്ത് നിന്ന്, അതായത് പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും ഗുജറാത്തിലേക്കും ഒക്കെ വളർന്ന ആം ആദ്മി പാർട്ടി അവിടെ അവസാനിക്കുമെന്ന രാഷ്ട്രീയ ബോധ്യം, തിരിച്ചറിവ് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട്, വിശേഷിച്ച് കെജ്രിവാളിനുണ്ട്. ആ ഒരു അർത്ഥത്തിൽ രണ്ട് പാർട്ടികളും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ BJPയും അധികാരം നിലനിർത്താൻ ആം ആദ്മി പാർട്ടിയും നടത്തിയ ശ്രമങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് ഡൽഹി പോയത്. ആ വിവാദങ്ങൾ മുഴുവൻ ഇതിനു മുമ്പ്, അതായത് അരവിന്ദ് കെജ്രിവാളിനെ ED, അതായത് ഈ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെയാണ് വലിയ രാഷ്ട്രീയ വൈരത്തിലേക്ക് BJPയും ആം ആദ്മി പാർട്ടിയും മാറുന്നത്. അതിനുശേഷം അതിന് തുടർച്ചയായി കെജ്രിവാൾ ജയിലിൽ പോകുന്നു, പിന്നീട് ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നു. ജയിലിൽ നിന്ന് തിരിച്ചു വന്ന കെജ്രിവാൾ വലിയ ശക്തനായി മാറുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി മത്സരിക്കുന്നു. പക്ഷേ ആ മത്സരത്തിൻ്റെ ഫലമൊന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. 7 സീറ്റുകളിലും, ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും BJPയാണ് ജയിച്ചു വന്നത്. ആ ഒരു സാഹചര്യം BJP കാര്യങ്ങൾ കുറെ കൂടി സുഖകരമാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഡൽഹി നിയമസഭയിലേക്ക് അധികാരം പിടിക്കാൻ കഴിയും. അതായത് 2013 കയ്യിൽ നിന്ന് വഴുതിപ്പോയതാണ്. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 2013 BJP മാറിയെങ്കിലും പിന്നീട് ആം ആദ്മി പാർട്ടി അതിശക്തമായി തിരിച്ചു വരികയും ഏതാണ്ട് 60ലധികം സീറ്റുകളിലേക്ക് ജയിച്ചു വന്ന് അധികാരത്തെത്തുകയും ചെയ്തു. കഴിഞ്ഞ തവണ 62 സീറ്റുകളാണ് നേടിയത്. 8 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്, കോൺഗ്രസിന് സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. ഈ തവണ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും 2024 ജയിച്ചു വരെ BJPയെ സംബന്ധിച്ച് ഡൽഹിയിൽ അധികാരം പിടിക്കാൻ കഴിയും എന്ന് അവർക്കുറപ്പായാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയ അഴിമതി വിരുദ്ധത എന്ന വലിയ മുദ്രാവാക്യം, അല്ലെങ്കിൽ അവരുടെ മുഖം, അഴിമതിക്കെതിരായ പോരാട്ടം, അതിനെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഡൽഹി മദ്യനയ കേസ് മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന ശീഷ് മഹൽ വിവാദം വരെ, അതായത് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്വന്തം വീടുകൾ മൂടി പിടിപ്പിക്കുകയാണ്, സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വാദം കൂടി BJP ഉയർത്തുന്നതോടെ ഈ വലിയ അഴിമതി വിരുദ്ധത എന്ന മുദ്രാവാക്യവും, അല്ലെങ്കിൽ ആ
മുഖവും ആം ആദ്മി പാർട്ടിക്കുണ്ടായ ചൂലുകൊണ്ട് അഴിമതി തുടച്ചു നിൽക്കുന്ന ആം ആദ്മി പാർട്ടി അല്ല ഇപ്പോഴുള്ളത്. പകരം ഡൽഹി ഭരിക്കുന്നത് അഴിമതി നിറഞ്ഞൊരു സർക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു പരിധിവരെ BJP കഴിഞ്ഞിട്ടുണ്ട്. അതിനെ മറികടക്കാൻ ആം ആദ്മി പാർട്ടി വലിയ രൂപത്തിൽ യമുനയും അല്ലെങ്കിൽ ആ രൂപത്തിൽ BJPക്കെതിരായിട്ടുള്ള വലിയ വിവാദങ്ങളെ കൊണ്ടുവരുന്നെങ്കിലും അതൊന്നും ഒരു വിജയത്തിലേക്കോ പൂർണ്ണതയിലേക്കോ എത്തുന്നില്ല. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ രണ്ട് പാർട്ടികളും, അതായത് ഡൽഹിയെ സംബന്ധിച്ച് BJPയും ആം ആദ്മി പാർട്ടിയും കൈവശം വെക്കുന്നത് ഏതാണ്ട് 85% വരുന്ന ഹിന്ദു വോട്ടുകളാണ്. ബാക്കി അതിന് താഴെ മാത്രമാണ് ഡൽഹിയിലെ മറ്റ് ജാതി വിഭാഗങ്ങളുടെ വോട്ടുകൾ വരുന്നത്. ഈ വോട്ടുകൾ ഏത് പാർട്ടികൾക്ക് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-30 വർഷമായി ഡൽഹിയുടെ ഒരു രാഷ്ട്രീയ വോട്ട് ചരിത്രം. ആ വോട്ട് ചരിത്രം കഴിഞ്ഞ 13 വർഷത്തിലേറെയായി BJP മറികടന്നുകൊണ്ട് ആം ആദ്മി പാർട്ടി തന്നെയാണ് കൈവശം വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഒരു ഹിന്ദു ധർമ്മ സംസ്ഥാൻ ആ രൂപത്തിലുള്ള അല്ലെങ്കിൽ സന്യാസികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഒരുക്കി വെച്ചത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നത് മോദിയും അമിത്ഷായും മറികടന്നത് അതിനേക്കാൾ വലിയ രൂപത്തിൽ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ BJPക്ക് കഴിയും എന്ന തോന്നൽ BJPക്കകത്തും പുറമേയും സൃഷ്ടിച്ചുകൊണ്ടാണ്. ആ രൂപത്തിൽ ഈ രണ്ട് പാർട്ടിയും നേർക്കുനേർ വന്നൊരു പോരാട്ടം നേർക്കുനേർ രാഷ്ട്രീയമായും അല്ലെങ്കിൽ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയും പരസ്പരമുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചും ആ രൂപത്തിൽ ഡൽഹിയെ കൊണ്ടുവന്നതാണ് ഈ ഡൽഹിയിൽ ഇത്തവണയുണ്ടായ തെരഞ്ഞെടുപ്പ് വലിയ വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്കും ചൂടുപിടിച്ച വാദങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിനുശേഷമാണ് അത് മാത്രമല്ല 2013 വരെ ചിത്രത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണയല്ല കഴിഞ്ഞ തവണയും ചിത്രത്തിലുണ്ടായിരുന്നില്ല. ഇത്തവണ കോൺഗ്രസ് ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പെട്ടിയിലാക്കാനാണ്. ഇന്ത്യ സഖ്യം എന്ന രൂപത്തിൽ നിൽക്കാതെ പകരം അവർ ചെയ്തത് ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18% വോട്ടുകൾ കോൺഗ്രസ് നേടി, 24% ആം ആദ്മി പാർട്ടി നേടി. പക്ഷേ ഈ രണ്ട് പാർട്ടികൾ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഏതാണ്ടൊരു 50% വോട്ടുകൾ ഒരുപക്ഷെ 50% വോട്ടുകൾ ഇന്ത്യ സഖ്യമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ BJPക്ക് ലഭിച്ചത് 54% വോട്ടുകളാണ്. അങ്ങനെ 7 സീറ്റുകളും, അതായത് ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിൽ BJP ജയിച്ചു കയറുകയും ചെയ്തു. ആ ഒരു അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ആ ഒരു അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ ഇന്ത്യ സഖ്യമായി നിൽക്കാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചതോടെ ഏതാണ്ട് BJPക്ക് കാര്യങ്ങൾ അനുകൂലമായി. അതാണ് സേതു നേരത്തെ സൂചിപ്പിച്ച ഏതാണ്ട് 9 എക്സിറ്റ് പോൾ ഫലങ്ങളും അനുകൂലമായി ഭവിക്കുന്നത് BJPക്കാണ്. അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ പ്രതീക്ഷ ഇതാണ്. ഈ വോട്ട് ഷെയർ രണ്ടായി വിഭജിച്ച് പോവുകയാണ്. ഏതാണ്ട് 20-20 വോട്ട് ഷെയർ വിഭജിച്ചു പോകുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ സൗത്ത് ഡൽഹിയിൽ കുറവുണ്ട്. സൗത്ത് ഡൽഹിയിലാണെന്ന് തോന്നുന്നു എനിക്ക്. ഈ നഗര വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് സൗത്ത് ഡൽഹിയാണ്. സൗത്ത് ഡൽഹിയിലെ കുറവ് അത് ആർക്കൊപ്പമാണ്? ഒപ്പം എല്ലാ തവണയും ആം ആദ്മി പാർട്ടി പിടിച്ചു നിൽക്കുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്നൊരു ലേബലിലാണ്. പക്ഷേ ഇത്തവണയും അവിടെ വോട്ടുണ്ട്, നഗര വോട്ട് കുറയുകയും ചെയ്തു. ആർക്കൊപ്പമാണ് ഇത് പോയത്? ഈ ബജറ്റിലെ ബജറ്റിലെ മധ്യവർഗത്തെ ഒപ്പം ചേർത്തുകൊണ്ടുള്ള BJPയുടെ ബജറ്റ് പ്രഖ്യാപനം, ഇതൊക്കെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗുണം ചെയ്യുമോ, പ്രകടമാകുമോ എന്നുള്ളതും കൂടി ആകാംക്ഷയല്ലേ ശ്രീജിത്ത്? തീർച്ചയായും ഈ സേതു പറഞ്ഞത് തന്നെയാണ്. ഇത്തവണ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ആർക്ക് അനുകൂലമാകും? കാരണം കഴിഞ്ഞൊരു 13 വർഷമായി ആം ആദ്മി പാർട്ടിയെ ചുറ്റിപ്പറ്റിയായിരുന്നു ആ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ ഡൽഹിയിലുണ്ടായിരുന്നത്. ഇത്തവണ അത് ആർക്ക് അനുകൂലമാകുമെന്ന ചർച്ചകൾ തുടക്കം മുതലേ ഉണ്ട്. അത് അനുകൂലമാക്കാൻ വേണ്ടിയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാവരും നടത്തിയിട്ടുണ്ട്. BJP പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു വന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ ചെയ്തു വന്ന കാര്യങ്ങളും എല്ലാം ആവർത്തിച്ചാണ് എല്ലാ പ്രചരണ യോഗങ്ങളിലും BJP പറഞ്ഞുകൊണ്ടിരുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകൾ, അല്ലെങ്കിൽ ഡൽഹി ഇമാമുമായി നടത്തുന്ന ചർച്ചകൾ, അല്ലെങ്കിൽ ഡൽഹി ഇമാമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം അവർ ഡൽഹിയുടെ എല്ലാ മേഖലകളിലും എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിശേഷിച്ചും തെക്കൻ ഡൽഹിയിലും ന്യൂഡൽഹി കൂടി ഇതിലെടുത്ത് പറയേണ്ടതുണ്ട്. ന്യൂഡൽഹി ജില്ലയുമായി ബന്ധപ്പെട്ട മണ്ഡലങ്ങൾ കൂടി ഇതിലെടുത്ത് പറയേണ്ടതുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം ആം ആദ്മി പാർട്ടിക്ക് എവിടെയെല്ലാം ജയിക്കാൻ കഴിയുമോ ആ മേഖലകളിലെല്ലാം BJP കൃത്യമായി വലിയ പ്ലാനിങ്ങോട് കൂടി തന്നെ ഇത്തവണ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൻ്റെ ഒരു ചെറിയ വീതം കോൺഗ്രസ് എല്ലാ കാലവും അല്ലെങ്കിൽ അവർ കോൺഗ്രസിന് എല്ലാ കാലവും കിട്ടാറുണ്ട്. ആ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ കോൺഗ്രസിന് തന്നെ കിട്ടിക്കോട്ടെ എന്ന രൂപത്തിലുള്ള പ്രചരണവും BJP നടത്തിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് വീഴുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതുമില്ല. അത് ഈ പ്രചരണത്തിനുടനീളം നമ്മൾ കണ്ടതാണത്. കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ കിട്ടിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന രൂപത്തിൽ രണ്ടായി നിൽക്കുന്ന രണ്ട് പാർട്ടികൾ അവരുടെ വോട്ട് ഷെയർ അങ്ങനെ തന്നെ മാറിപ്പോയിക്കോട്ടെ എന്ന രൂപത്തിൽ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും വിഘടിച്ച് നിർത്താൻ അല്ലെങ്കിൽ
ആ രണ്ട് പാർട്ടികളും അങ്ങനെ തന്നെ തീരുമാനിച്ചിരുന്നു. BJP കൂടി ആത്മാർത്ഥമായി ശ്രമിച്ചതോടെ BJPക്ക് ആ രൂപത്തിൽ കിട്ടാവുന്ന എല്ലാ വോട്ടും കിട്ടും എന്ന് ഉറപ്പാണ്. അത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. ഈ ദക്ഷിണ ഡൽഹിയിലും തെക്കൻ ഡൽഹിയിലും ന്യൂഡൽഹിയിലും വരുന്ന മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി ഏതാണ്ടൊരു 15ഓളം സീറ്റുകളെങ്കിലും ജയിക്കുമെന്ന് അവർ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇപ്പോഴും അവർ ആ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഇന്ന് രാവിലെ മനീഷ് സിസോദിയ അത് പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ എന്നിരുന്നാലും ആ മണ്ഡലങ്ങളിലെ വോട്ട് വിഹിതം കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കുമായി രണ്ട് പാർട്ടികൾക്കായി ചിതറിപ്പോയാൽ സ്വാഭാവികമായും അത് ദോഷം